നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ വ്യക്തി മറ്റാരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. ഇപ്പോൾ മുതൽ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആവുന്നതാണ്. ഇത് ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യരുത്. ഒത്തിരി പേരുടെ എനർജീസ് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ റെസിനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് വിട്ടേക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം നന്നായിട്ട് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥനയോടെ റീഡിംഗ് കാണുക. ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആവാനായി നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. നെഗറ്റീവായിട്ടുള്ളത് ആരും ഫോഴ്സ്ഫുള്ളി ഒന്നും അട്രാക്റ്റ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്കായിട്ട് ഇന്ന് വന്നിരിക്കുന്ന ത്രെഡുകൾ. ഇതൊക്കെ എന്താണ് യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷനെ പറ്റി അറിയിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ ഒരു എനർജി നമുക്ക് ഫസ്റ്റ് പറയാം. നിങ്ങൾ വളരെ കാര്യപ്രാപ്തിയുള്ള ഒരാളായിട്ട് കാണുന്നു. എന്തിനേയും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി സമീപിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നു. എന്ത് കാര്യങ്ങളും ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നു. ഒരു കാര്യങ്ങളും നിങ്ങളെ തളർത്തില്ല. ഒന്നിനു മുന്നിൽ നിങ്ങൾ കീഴടങ്ങുന്നില്ല. സ്നേഹത്തിൻ്റെ മുന്നിൽ മാത്രം അങ്ങനെ ഒരാളായിട്ട് നിങ്ങളെ കാണുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് എന്നത് നമുക്കറിയാൻ കഴിയുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവത്തിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്വന്തം വ്യക്തിയുടെ സ്വഭാവത്തിൽ അടുത്ത കാലത്തായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു മാറ്റം, അത് നിങ്ങളെ ഭയങ്കരമായിട്ടും വേദനിപ്പിക്കുന്നു. അവരുടെ സ്വഭാവത്തിൽ ഉള്ള ഒരു മാറ്റം, എന്തൊക്കെയോ മറച്ചു പിടിക്കുന്ന പോലെ ഒരു തോന്നൽ, ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക്. ഇതൊക്കെയാണ് വളരെ എനർജറ്റിക് ആയിരുന്ന നിങ്ങളെ അല്പം ഒന്ന് ടെൻഷനിലാക്കാനുള്ള കാരണമെന്ന് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഈ റിലേഷനിൽ പെട്ടുപോയി എന്ന് തോന്നുന്ന ഒരു ഫീൽ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റിലേഷനിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ നിങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ ആഴം അത്രത്തോളം ഡീപ്പാണ്. നിങ്ങൾ ആ വ്യക്തിയുടെ മാറ്റത്തിൽ അതുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ മാറ്റത്തിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം വിഷമമുണ്ടായി എന്നത് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സമയത്തിലേറെയും നിങ്ങൾ വിനിയോഗിക്കുന്ന നിങ്ങളുടെ പേഴ്സണ് എന്താണ് സംഭവിച്ചത്, എന്താണ് ആ മാറ്റത്തിൻ്റെ പിന്നിലെ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾക്ക് പിറകെയാണ് നിങ്ങളതെന്ന് വ്യക്തമായിട്ട് തന്നെ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പഴയ നിങ്ങൾക്ക് അതിനായിട്ട് ഒരു ക്ലാരിറ്റി കിട്ടിയിരുന്നില്ല. ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ പിന്നിൽ തന്നെയായിരുന്നു. ഓടി 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 നിങ്ങളുടെ മനസ്സും ശരീരവും തളർന്നു. ഭയങ്കര വിഷമിച്ച ഒരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയി എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ഇപ്പോൾ അറിയാം എന്നതാണ്. അല്ലെങ്കിൽ ഒരുപാടുള്ള ഓട്ടത്തിന് പുറകെ നിങ്ങൾ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചതായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇത് ഇത്രയും എംപ്രസ് എനർജി വന്നു, നിങ്ങളുടെ ഒരു എനർജി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻ്റെ തുടക്കത്തിൽ വളരെ നല്ല രീതിയിലൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻ വളരെ നല്ല രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ആ സമയത്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഒരു ചെറിയ ചീറ്റിംഗ് എനർജി ഉണ്ടായത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതുറപ്പാണ്, ഒരു ചീറ്റിംഗ് എനർജി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം നമ്മളെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ചെറിയൊരു മാറ്റവും പോലും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മളായിരിക്കും. അങ്ങനെ ആ മാറ്റത്തിൽ നിന്ന് എന്താണ് അവർക്ക് വ്യത്യാസമെന്ന് അതിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്നതാണ്. നിങ്ങൾ ആ സമയം തന്നെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞു തുടങ്ങി അത് ഉണ്ട് എന്ന് തോന്നിയ സമയത്ത്. ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് ഞാൻ പറയുന്നത് ഒരു വ്യക്തി തന്നെ ആവണമെന്നില്ല കേട്ടോ. അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തൊരു സിറ്റുവേഷനും ആകാം. അതൊരു പേഴ്സൺ തന്നെ ആവണമെന്നില്ല, എന്ത് സിറ്റുവേഷനും ആവാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് നമ്മളെക്കാട്ടി വലുത്. ഇനി ഒരിക്കലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മളേക്ക് മടങ്ങി വരില്ല എന്നൊരു തോട്ട് നിങ്ങളിൽ ഉണ്ടായപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ
പോകെ പോകെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലായി അത് കഴിയില്ല, എന്നെ കൊണ്ട് അതിന് കഴിയില്ല, എനിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ കൂടെ ഹാപ്പി ആയി ഇരിക്കുന്നു. അത് ഏത് സമയത്താണ്? നിങ്ങൾ അത്രത്തോളം സ്ട്രഗിൾസും സ്ട്രെസ്സും അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അത്രയും നിങ്ങൾ മാനസികമായിട്ട് തളർന്ന് വിഷമിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല, നിങ്ങളെപ്പറ്റി ഓർക്കുന്നുമില്ല ഒന്നും. അപ്പോൾ നിങ്ങളുടെ ആ സമയത്ത് മാനസികാവസ്ഥ വെച്ച് നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. ആ കാര്യങ്ങളെ തുടർന്ന് ഭയങ്കര വലിയ വഴക്കിൽ അത് എത്തിയിട്ടുണ്ടായിരിക്കാം. ഒത്തിരി പേരുടെ സിറ്റുവേഷനിലും ഒരു കാമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനപ്പുറം നല്ലൊരു വഴക്കുണ്ടായതായിട്ട് തന്നെ കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു വഴക്കിന് ശേഷം നിങ്ങളൊരു തീരുമാനമെടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വളരെ ബോൾഡായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ആലോചിച്ചിട്ടേ നിങ്ങൾ എന്തും ചെയ്യുള്ളൂ, അങ്ങനെ ഒരാളാണ് നിങ്ങളെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളത് പെട്ടെന്ന് ആ ഒരു മാറ്ററിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയി മാനസികമായിട്ട് അകന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയിൽ അപ്പോഴത്തേക്ക് ആ സമയത്താണ് നിങ്ങളുടെ വ്യക്തിയിൽ ഒരു മാറ്റം വന്നു തുടങ്ങിയത്. നിങ്ങളുടെ ഡിറ്റാച്ച്മെന്റിന്റെ സമയത്ത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു മാറ്റം വന്നു തുടങ്ങിയെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ചിലരുടെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നിട്ടുണ്ട്. ഏറെ പേരുടെയെങ്കിലും എനർജിയിൽ ഈ ഒരു സിറ്റുവേഷൻ എല്ലാം കടന്നു പോയി കഴിഞ്ഞിട്ട് നിങ്ങളെ മാനസികമായിട്ട് വേദനിപ്പിച്ച് തേർഡ് പാർട്ടിയുടെ ഒപ്പം സന്തോഷമായിട്ട് പോയിരുന്ന, അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയുടെ ആ ഒരു സിറ്റുവേഷൻ നോക്കി നിങ്ങളിൽ നിന്നും പോയിരുന്ന നിങ്ങളുടെ വ്യക്തി ഏറെ പേരുടെ എനർജിയിൽ തിരിച്ചു വന്നിട്ടുണ്ട് എന്നത് കാണാൻ കഴിയും. കുറച്ച് പേർക്ക്, ബാക്കി കുറച്ച് പേരുടെ എനർജിയിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വഴക്കിട്ട് നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷനിൽ തന്നെ തുടരുവാണെന്നുണ്ടെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തി. ഡെഫിനറ്റ്ലി തിരിച്ചു വരും എന്നത് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ്, മനസ്സിലായി? പഴയ ആ സ്നേഹത്തിൽ നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരുമെന്ന് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ ബോൾഡായി. നിങ്ങൾ നേരത്തെയും ബോൾഡായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി എന്നത് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തി. ഒന്നും എന്നെ തളർത്തില്ല എന്നുള്ള കാഴ്ചപ്പാടിൽ നിങ്ങൾ മാറ്റം വരുത്തി. ഓക്കെ, അപ്പം നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പലത് നിങ്ങൾ ഉൾക്കൊണ്ടു. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് തുടങ്ങി, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ മിണ്ടാതിരുന്ന ആ സിറ്റുവേഷൻ, നിങ്ങൾ അകന്നു നിന്ന ആ സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു എന്നത് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്നതിൽ എത്രമാത്രം ഒരു നഷ്ടം തന്നെ എത്ര ഭയാനകമാണ് സത്യം. ആ ഒരു സിറ്റുവേഷൻ എത്രത്തോളം, നിങ്ങളില്ലാത്തൊരു സിറ്റുവേഷൻ എത്രത്തോളം വേദനിപ്പിക്കുന്നതാണ് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി എന്നത് കാണാൻ കഴിയുന്നുണ്ട്. അത്രത്തോളം സ്നേഹത്തിലായിരുന്ന ഒരു പേഴ്സണാണ് പെട്ടെന്ന് അങ്ങനെ ഒരു മനസ്സിന് മാറ്റം ഉണ്ടായത്. അപ്പോൾ നിങ്ങളുടെ ഭാവി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ അങ്ങോട്ടുള്ള ഇത് രണ്ടും നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് ഞാൻ പറഞ്ഞത്. ഏസ് ഓഫ് കപ്സ് നിങ്ങളുടെ ഭാവിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഭാവിയിൽ പഴയ പോലെ ഹാപ്പി ആയിട്ട് വരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എടുത്തു പറയട്ടെ, നിങ്ങൾ വളരെ ബോൾഡായിട്ടുള്ള ഒരാളായി കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഡിസിഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ആ ഒരു സൊല്യൂഷൻ നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ എടുത്തു പറയട്ടെ എന്ന് പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ബ്ലെസ്സിങ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ മാറിയ ആ ഒരു അത് ആ യൂണിവേഴ്സ് തന്ന ഒരു ധൈര്യമാണ് നിങ്ങൾക്ക് എന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ചിലപ്പം തോന്നുമായിരിക്കും, ഈശ്വര, ഞാൻ അതിൽ തളർന്നു പോകാതെ ഞാൻ പിടിച്ചു നിന്നു, അതേതോ ഒരു ശക്തി എന്നെ തളർത്തിയില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ടായിരിക്കും. ആ ഒരു ശക്തി നമ്മളുടെ യൂണിവേഴ്സാണ്, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഈശ്വരനാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, എത്ര പ്രതികൂലമായ സാഹചര്യമായാലും അതൊക്കെ അനുകൂലമാക്കി എടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഈശ്വരൻ തരും എന്നതാണ് കാണാൻ കഴിയുന്നത്. ഈശ്വരൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടുള്ള ഒരാളാണ് നിങ്ങളെന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ബന്ധം തുടർന്ന് ഭാവിയിൽ സ്മൂത്തായിട്ടൊക്കെ പോകും, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടൊക്കെ പോകും എന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന റീഡിങ്. ഇതൊക്കെ ആരുടെയൊക്കെ ലൈഫുമായിട്ട് റെസനേറ്റ് ആവുന്നു എന്ന് നിങ്ങളുടെ സിറ്റുവേഷൻസ് വെച്ച് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അല്ല, ഇങ്ങനെ സിറ്റുവേഷൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപ്പറ്റി ചിന്തിക്കേണ്ട, നിങ്ങൾക്കങ്ങ് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. ഈ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ റീഡിങ് എടുത്തത്.
അപ്പോൾ ഒരിക്കലും നിങ്ങൾ പറയരുത് ഇതെൻ്റെ സിറ്റുവേഷനുമായിട്ട് മാച്ച് അല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറയരുത്. എൻ്റെ കമൻസിൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ എന്നെ വഴക്ക് പറയരുത്. എനിക്ക് അതിന് 2-3 വീഡിയോസ് ഇടുന്നതിന് മുമ്പ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആരുടെയൊക്കെ ലൈഫുമായിട്ട് ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവർ ഒത്തിരി പേരുണ്ടായിരിക്കും. അവരുടെ എനർജി വന്നപ്പോൾ ഞാനത് വന്നതേ ഉള്ളൂ. എനിക്ക് ആ ഇൻറ്റ്യൂഷൻ വന്നപ്പോൾ ഞാൻ അതേക്കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ആരും ഫോഴ്സ്ഫുള്ളി ഒന്നും റെസിനേറ്റ് ചെയ്യരുതേ. ഓക്കെ, താങ്ക് യു മൈ വ്യൂവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്.